ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ക്ലൈമ്പിംഗ് റോസസിൻ്റെയും വെറൈറ്റീസ് ആയിട്ടുള്ള ഓർക്കിഡ് റോസ്, ബ്ലൂ റോസ്, അതുപോലെ തന്നെ പനിനീർ റോസ്, ഒരുപാടധികം വെറൈറ്റി റോസസ് നമുക്കിപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് അറിയാനും ഓർഡർ ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റിൽ റോസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വെറൈറ്റീസും നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വെറൈറ്റീസിൻ്റെയും പ്രൈസും പിക്ചേഴ്സും എല്ലാം തന്നെ അവൈലബിൾ ആണ്. വെബ്സൈറ്റ് വഴി നമ്മൾ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്ത് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് പോട്ട് ചെയ്യേണ്ട മെത്തേഡും അതിൻ്റെ കെയർ മെത്തേഡും എല്ലാം തന്നെ വെബ്സൈറ്റിൽ പോട്ടിംഗ് ആൻഡ് കെയർ ഗൈഡ് ലൈൻസ് എന്ന പേജിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വീഡിയോ ആയിട്ടും റിട്ടേൺ ഗൈഡ് ലൈൻസ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് വേണം നമ്മുടെ പ്ലാന്റ്സ് കിട്ടുന്ന പ്ലാന്റ്സ് നമ്മൾ പോട്ട് ചെയ്യാനും കെയർ ചെയ്യാനും ഒക്കെ. ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ റോസ് വെറൈറ്റീസ് നന്നായിട്ട് വളരാനും പൂക്കാനുമായിട്ട് എന്തൊക്കെയാണ് ടിപ്സ് എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നല്ല വെയിൽ വേണം. നല്ല വെയിലത്ത് വേണം നമ്മൾ എല്ലാ റോസ് വെറൈറ്റീസും വളർത്താനായിട്ട്. നല്ലപോലെ തഴച്ച് വളരാനും അതുപോലെ തന്നെ വെറൈറ്റീസിൻ്റെ ആ കറക്റ്റായിട്ട് കളർ കിട്ടണമെങ്കിൽ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടണം. രണ്ടാമത്തെ കാര്യം നമ്മൾ കറക്റ്റായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുക. നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സോ അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സോ യൂസ് ചെയ്യാം. 2 ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ നല്ലൊരു ഫെർട്ടിലൈസർ കൊടുക്കണം. ഇനി മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്രയൊക്കെ വെയിലത്ത് വെച്ചാലും എത്രയൊക്കെ നല്ല വളം കൊടുത്താലും ചില സമയത്ത് നമ്മുടെ റോസിൻ്റെ കൂമ്പൊക്കെ മുരടിച്ച് നിൽക്കുക, മുട്ടുകളൊക്കെ കരിഞ്ഞ പോലെ നിൽക്കുക, നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാതിരിക്കുക. ഇതൊരു ചെറിയ ഇൻസെക്റ്റിൻ്റെ ഒരു അറ്റാക്ക് മൂലം വരുന്നതാണ് നമ്മുടെ റോസ് പ്ലാന്റ്സിന്. അപ്പോൾ നമുക്ക് അതിനെ കാണാനായിട്ട് സാധിക്കില്ല, വളരെ ചെറിയ പ്രാണികളായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി 2 ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ നല്ലൊരു ഇൻസെക്ടിസൈഡ് കൊടുക്കുക. അത് ഓർഗാനിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കെമിക്കൽ ഇൻസെക്ടിസൈഡോ കൊടുക്കുക. റോസ് പ്ലാന്റ്സിൻ്റെ കെയറിൽ ഇൻസെക്ടിസൈഡ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ റോസ് നല്ല രീതിയിൽ വളരുകയോ പൂക്കുകയോ ചെയ്യില്ല. അപ്പോൾ ഇനി ഒട്ടും സമയം കളയേണ്ട, നമുക്ക് വേണ്ട റോസ് വെറൈറ്റീസ് നമ്മുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാനായിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.